എന്നാലും ഞാനൊരു ദിവസം ക്ലാസ് എടുത്തപ്പോൾ കുട്ടിയോട് ചോദിച്ചു, കുട്ടികളെ നിങ്ങൾ എത്ര വരെ ജീവിക്കും എന്നാണ് നിങ്ങൾ വിചാരിക്കണതെന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ചിലർ പറഞ്ഞു 70, ചിലർ പറഞ്ഞു 63, ചിലർ പറഞ്ഞു 73. ആരും 80ൻ്റെ മേലക്കാണ് കയറിയില്ല. എന്തിനാ നമ്മൾ ഇത്ര കുറച്ച് ആഗ്രഹിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എന്താ ഇപ്പോൾ ഒരു 110, 120 കണ്ട് ആലോചിച്ചാൽ അള്ളാഹു തആല ആടാ ഇജ്ജ് വലിയ അക്രമിയാണ്, 110 വരെ ജീവിക്കണം എന്ന് ആഗ്രഹിച്ചില്ലേ എന്ന് ചോദിക്കോ? ഇല്ലല്ലോ. വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത നിൽക്കണത്? എപ്പോഴും ആഗ്രഹിക്കുമ്പോൾ നീട്ടി ആഗ്രഹിക്കണം. പഠിച്ചോനെ ഒരു 3 സെൻറ്റ് സ്ഥലവും അതിൽ ചെറിയ ഒരു ഓടിട്ട പെരയും തരണേന്നൊന്നും പഠിച്ചോനോട് പറയരുതേ. 45 സെൻറ്റ് സ്ഥലവും എല്ലാവരെയും പോലെ 2 നിലയുള്ള ഒരു വലിയ ബിൽഡിങ്ങും അതിൻ്റെ മുറ്റത്തൊരു ഇന്നോവ കാറും തരണേന്ന് തന്നെ ദോരക്കണം. ഇഷ്ടം പോലെ പഠിച്ചോൻ്റെ അടുത്തുണ്ട്. ചോദിച്ചാൽ അവൻ തരാമെന്ന് പറഞ്ഞത് പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, തരാൻ വേണ്ടി പറഞ്ഞത് തന്നെയാണ്, ചോദിക്കായിട്ടാണ്. അപ്പോൾ വയസ്സാവുമ്പോൾ ഞാൻ ദണ്ണത്തിൽ കിടക്കുന്നു, ദണ്ണത്തിൽ കിടക്കുമ്പോൾ മരുന്നെടുത്ത് തരാൻ ആൾ വേണമെന്നും നമ്മൾ മനസ്സ് കണക്ക് കൂട്ടിയാൽ അങ്ങനെ തന്നെ സംഭവിക്കും. എന്തിനാ അങ്ങനെ കണക്കൂട്ടേണ്ട ആവശ്യം? അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ. പിന്നെ ഉള്ളത് സ്വത്തും മുതലിന് ഒരു അനന്തരാവകാശി വേണ്ടേ എന്നാണ്. അനന്തരാവകാശി ഉണ്ടായില്ല എന്ന് വെക്കുക, ആരുമില്ല മരിച്ചപ്പോൾ. അവസാനം തഹസിൽദാർ വന്നിട്ട് അതിൻ്റെയൊക്കെ കണക്കെടുത്തുങ്ങാണ്ട് ഗവൺമെൻറ് കണ്ട് കെട്ടിക്കൊണ്ടുപോയി. എന്നാൽ നമ്മൾ ഖബർ കിടക്കണ സമയത്ത് മുങ്കർ നക്കീർ അലൈഹിസ്സലാം വന്നിട്ട് ഇരുമ്പിൻ്റെ ദണ്ടും കയ്യിൽ പിടിച്ചിട്ട്, ആടാ ഇജ് കുറേ മുതലുണ്ടാക്കിയിട്ട് ഗവൺമെൻറ്റിക്ക് കൊടുത്ത് വന്നിക്കല്ലേ എന്ന് ചോദിച്ചുങ്ങാണ്ട് അടി കിട്ടുമോ? ഇല്ലേ. അത് നമുക്ക് വെറുതെ ആവശ്യമില്ലാതെ തോന്നിയതാണ്, ഒന്നും വരില്ല, അത് വെറുതെ തോന്നിയതാണ്, അതുകൊണ്ടൊന്നും കാര്യമില്ല. പിന്നെ ജീവിതകാലത്ത് അത് ഉപയോഗപ്പെടുത്താൻ പറ്റിയ നല്ല 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 കാര്യമാണ്. 2 വാപ്പുക ചെയ്തമാതിരി 2 വാപ്പുകൾ ചെയ്തു, നല്ല കാര്യമാണ്, വളരെ നല്ല കാര്യമാണ്. അള്ളാഹു അതിൻ്റെ മിസ്രി സവാബിനെ അവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. അതിൻ്റെ ഒരു മദദിനെയും അതിൻ്റെ ഒരു നൂറിനെയും അവരുടെ ഖബറിലേക്ക് അള്ളാഹു എപ്പോഴും നിലനിർത്തട്ടെ. നല്ല കാര്യമാണ്. മുതലിൻ്റെ ഏറ്റവും വലിയ ഉപകാരം എന്താ? മുതലിൻ്റെ ഏറ്റവും വലിയ ഉപകാരം ആശുപത്രി കൊടുക്കലല്ല, പെരകയറ്റലല്ല, സ്വതക്ക ചെയ്യലാണ് പണത്തിൻ്റെ ഏറ്റവും വലിയ ഉപകാരം. കൂട്ടത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. വാസ്തവത്തിൽ നമുക്ക് പണം വേണം, പക്ഷെ പണത്തിൻ്റെ ഉപകാരം എന്താണെന്ന് അറിയില്ല എന്നതാണ്. ചരിത്രം മൊത്തങ്ങൾ പരിശോധിച്ച് നോക്കി. ലോകത്ത് മുതലാളിയായ ഏതെങ്കിലും മുതലാളി ഉണ്ടോ? ഓനോ ഓൻ്റെ വാപ്പേ വാപ്പാൻ്റെ വാപ്പേ സ്വതക്ക കൊടുക്കാതെ മുതലാളിയായിട്ടില്ല. ഇതൊരു വലിയ സത്യമാണ്. കാരണം 1ന് 10 കിട്ടുന്ന ബിസിനസ് സ്വതക്ക അല്ലാത്ത വേറൊരു ബിസിനസ്സും ഇല്ല. 14%, 17% പലിശ കിട്ടിയാൽ 10 ഇരട്ടിയാവില്ല. 100% എന്ന് പറഞ്ഞാൽ 2 ഇരട്ടിയാണ്. 1 ലക്ഷത്തിൻ്റെ 100% എന്ന് പറഞ്ഞാൽ 2 ലക്ഷം ആവുള്ളൂ, 10 ലക്ഷം ആവില്ല. 1ന് 10 ഇട്ടുന്നത് സ്വതക്ക മാത്രമേ ഉള്ളൂ, വേറെ ഒരു ഇടപാടും അങ്ങനത്തെ ഇല്ല. പക്ഷെ എന്തേ കാര്യം? കിട്ടുമെന്ന് പറഞ്ഞത് മുത്തുനബിയാണ് എന്നുള്ള ഈമാൻ നമുക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രശ്നം. 1ന് 10 കിട്ടുമെന്ന് പറഞ്ഞത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്നും അത് വഹയിൻ്റെ ഇൽമാണ് എന്നും വിശ്വസിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നതാണ് യഥാർത്ഥത്തിൽ പ്രശ്നം. ഒരു മനുഷ്യന് തൻ്റെ ഹിസാബ് ബോധ്യപ്പെടുന്നത് 3 സമയത്താണ് എന്നാണ്. ഒന്ന് മരിക്കണ നേരത്ത്. മരിക്കുമ്പോൾ ഒരു ഹിസാബുണ്ട്. അതെങ്ങനെ ഹിസാബ്? ജീവിതത്തിൽ കഴിഞ്ഞുപോയ എല്ലാ സംഭവങ്ങളെയും ഒരിക്കൽ കൂടി കാണിച്ചു കൊടുക്കുന്നതാണ് മരിക്കുമ്പോഴുള്ള ഹിസാബ്. ചെറിയ കുട്ടിയായി ഉമ്മാൻ്റെ വയറ്റിന്ന് വന്നതും വാപ്പാൻ്റെ കയ്യും പിടിച്ചുങ്ങാണ്ട് മദ്രസക്ക് പോയതും ഉസ്താദ് അലിഫ് എന്ന് എഴുതി തന്നതും അങ്ങനെ തുടങ്ങി കണ്ണിയത്ത് ഉസ്താദിൻ്റെ ഉറൂസിന് പോയത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്കൊന്നിങ്ങനെ മനസ്സിലിങ്ങനെ വന്നു പോകും. അതൊരു ഹിസാബാണ് മരിക്കണ നേരത്ത്. വേറൊരു ഹിസാബുണ്ട്, അവൻ്റെ ഖബറിൽ വെച്ചാണ് അത് നടക്കുന്നത്. ബോധ്യപ്പെടുത്തലാണ്. ഖബറിൽ ചോദ്യം ചെയ്യാൻ 2 മലക്കുകൾ വരും, മുൻകർ നക്കീർ അലൈഹിസ്സലാം. അവർ ചോദ്യം ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം കിട്ടിയാൽ ഏകദേശം മനസ്സിലാവും ഞാൻ ഇപ്പം എങ്ങോട്ടാ പോണത്. മരിക്കുമ്പോൾ മനസ്സിലാവും, അത് കഴിഞ്ഞാൽ പിന്നെ ഖബറിലെത്തിയാൽ മനസ്സിലാവും ഞാൻ എങ്ങോട്ടാ ഇപ്പം ഏകദേശം പോവുക. 3ാമത്തതാണ് ഒറിജിനൽ ഹിസാബ്. കല്ലാ ഇദാ ദുക്കത്തിൽ അർളു ദക്കൻ ദക്ക വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ വജീഅ യൗമഇദിൻ ബിജഹന്നമ യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റാ. ആകാശത്തെയും ഭൂമിയെയും പൊടിപൊടിയാക്കപ്പെട്ടു.
മനുഷ്യരും മലക്കുകളും മഹ്ശറയിൽ അണിയണിയായി സൊഫൻ സൊഫായിട്ട് വരി നിന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിചാരണയ്ക്ക് വേണ്ടി അങ്ങോട്ട് ഹാജരായി. ഒറിജിനൽ വിചാരണ, ഒറിജിനൽ ഹിസാബ്. ആ സമയത്താണ് നന്മതിന്മകൾ എഴുതുന്ന ഏട് കൊടുക്കുക. അതിനു മുമ്പ് നരകത്തെ 70,000 ചങ്ങലകളിൽ ബന്ധിച്ചുകൊണ്ട് ഓരോ ചങ്ങലയിലും 70,000 മലക്കുകൾ പിടിച്ചുകൊണ്ട് മഹ്ശറയിലേക്ക് കൊണ്ടുവരപ്പെടും. വജീഅ യൗമഇദിൻ ബിജഹന്നമ യൗമഇദി യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു സിക്റാ. ജഹന്നമാകുന്ന നരകത്തെ ചങ്ങലയിൽ ബന്ധിച്ചുകൊണ്ട് മഹ്ശറയിലേക്ക് കൊണ്ടുവരും. ഇളകി മറിയുന്ന ആ നരകത്തെ മുന്നിൽ നിർത്തിയാണ് ഒറിജിനൽ ഹിസാബ് നടത്തുന്നത്. ആ ഹിസാബിന് വേണ്ടി ഒരാളുടെ ഏട് വലത് കയ്യിൽ കിട്ടിയാൽ ആദ്യം അവൻ വായിച്ചു നോക്കും, എന്നിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കും സന്തോഷത്തോടു കൂടി. അവൻ അവൻ്റെ ബന്ധുക്കളിലേക്ക് സന്തോഷപൂർവ്വം ചെന്ന് ചേരും എന്ന് ഖുർആൻ. ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറാ. ഇനി വേറൊരാള് വഅമ്മാ മൻ ഊതിയ കിതാബഹു വറാഅ ദഹ്രിഹി. ഏതെങ്കിലും ഒരാൾക്ക് പിൻവശത്തുകൂടെ ഇടതു കൈയിൽ ഏടു നൽകപ്പെട്ടാൽ ഫസൗഫ യദൂ സുബൂറൻ വയസ്ലാ സഈറാ. അവൻ അവൻ്റെ നാശത്തെ വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇടത്തെ കയ്യിൽ ഏട് കിട്ടിയാൽ ഓൻ ആർക്കും കൊടുക്കാതെ കക്ഷത്തിൽ വെക്കും. ഓൻ്റെ ഏട് ഓനൊന്നിങ്ങനെ നോക്കുമ്പോൾ കാണുന്നതൊക്കെ ഓന് എതിരുള്ളതാണ്. അപ്പോൾ കക്ഷത്തേക്ക് വെക്കും, ആർക്കും കാണിച്ചു കൊടുക്കൂല. ആ സമയത്താണ് അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതഷ്ഹദു അർജുലുഹും. വായകൾക്ക് സീൽ വെക്കുന്നതും കൈകൾ സംസാരിക്കുന്നതും കാലുകൾ സാക്ഷി നിൽക്കുന്നതും ആ സമയത്താണ്. അവനെ പരിഹസിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നുണ്ട്, ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറ. അവൻ അവൻ്റെ ബന്ധുക്കളിൽ സന്തോഷത്തോടു കൂടെ ആയിരുന്നില്ലയോ. അപ്പോൾ ബന്ധുക്കൾ 2 തരത്തിലാണ്. ഒന്ന് സ്വർഗത്ത് പോണ ബന്ധു, ഒന്ന് നരകത്തേക്ക് പോണ ബന്ധു. സ്വർഗാവകാശിയുടെ ബന്ധു ആവണോ അവൻ സ്വർഗത്തിൽ പോയിരിക്കണം. നരകാവകാശിയുടെ ബന്ധു നരകാവകാശിയായിരിക്കും. അപ്പം രക്തത്തിൽ പിറന്നതുകൊണ്ട് മാത്രം ബന്ധു ആവൂല എന്ന് ഇതിന് മനസ്സിലാവും. രക്തത്തിൽ പിറന്നുകൊണ്ട് മാത്രം ബന്ധു ആവൂല. നൂഹ് നബിനോട് അള്ളാഹു തആല അത് പറഞ്ഞിട്ടുണ്ട്. നൂഹെ, നിങ്ങളെ മകൻ നിങ്ങളെ ബന്ധു അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാം 900 ചില്ലാനം വർഷം ദീനീ പ്രബോധനം നടത്തി. 100-ൽ താഴെ ആളുകൾ മാത്രം ഇസ്ലാം സ്വീകരിച്ചുള്ളൂ. ദുഃഖിതനായ നൂഹ് നബി അലൈഹിസ്സലാം 2 കൈയും ഉയർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്തു. റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ. അള്ളാഹുവേ, കാഫിരീങ്ങളിൽ നിന്ന് ആരെയും ഈ ഭൂമിയിൽ നീ വെച്ചേക്കരുതേ. അള്ളാഹു ദുആ സ്വീകരിച്ചു. 40 വർഷങ്ങൾക്ക് ശേഷം വലിയ ഒരു ജലപ്രളയമുണ്ടായി. നൂഹ് നബിയോട് അല്ലാഹു തആല, നൂഹേ, നിങ്ങളെയും നിങ്ങളുടെ ബന്ധുക്കളെയും ഞാൻ സംരക്ഷിച്ചു കൊള്ളാം എന്ന് പറഞ്ഞിരുന്നു. നൂഹ് നബിയുടെ കപ്പൽ പണി പൂർത്തിയായി. വെള്ളം അടിയിൽ നിന്ന് പൊന്താൻ തുടങ്ങി, മുകളിൽ നിന്ന് മഴ വർഷിക്കാൻ തുടങ്ങി. ജലനിരപ്പ് ഉയർന്നുയർന്നു വന്നുകൊണ്ടിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാമും വിശ്വസിച്ച ആളുകളും എല്ലാ ജീവികളിൽ നിന്നും ജോഡികളും കപ്പലിൽ കയറി. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മകൻ മാത്രം കയറിയില്ല. ദുഃഖിതനായ നൂഹ് നബി അലൈഹിസ്സലാം മകനെ വിളിക്കുന്ന ഒരു രംഗം പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് ഹൂദിലൂടെ വിവരിക്കുന്നുണ്ട്. വനാദാ നൂഹുൻ ഇബ്നഹു. നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ മകനെ വിളിച്ചു. യാ ബുനയ്യ ഇർകം മഅനാ, മോനെ നീ ഈ വാഹനത്തിൽ കയറിക്കോ. വലാ തകും മഅൽ കാഫിരീൻ, കാഫിരീങ്ങൾ എന്ന ഒരു വിഭാഗമുണ്ട്, അവരോടൊപ്പം നീ പെട്ടുപോകരുതേ. മകൻ പറഞ്ഞു, വാപ്പാ, സആവീലാ ജബലിൻ യസിമുനി മിനൽ മാഇ, ഞാൻ നിങ്ങളുടെ കപ്പലിൽ കയറുന്നില്ല.
ഞാൻ ഏതെങ്കിലും മലകളിൽ കയറി രക്ഷപ്പെട്ടുകൊള്ളാം. ഞാൻ എന്തൊക്കെ നടക്കണമെന്ന് നോക്കട്ടെ, ഞാൻ ഏതെങ്കിലും ഉയരമുള്ള മലമ്മ കയറിക്കൊണ്ട് കപ്പലിൽ കയറണില്ല. വാപ്പ പറഞ്ഞു, മോനെ ലാ ആസിമൽ യൗമ മിൻ അംരില്ലാഹി ഇല്ലാ മൻ റഹിം. ഇന്ന് ഈ കപ്പലിൽ കയറിയവരല്ലാതെ രക്ഷപ്പെടൂല മോനെ. ഇന്ന് ഈ കപ്പലിൽ കയറിയവരെ രക്ഷപ്പെടുള്ളൂ, വേറെ ആരും രക്ഷപ്പെടൂല. അതുകൊണ്ട് നീ ഈ കപ്പലിൽ കയറിക്കോ, അള്ളാഹു റഹ്മത്ത് ചെയ്തവരല്ലാതെ രക്ഷപ്പെടുകയില്ല. മകൻ കയറിയില്ല. അവിടെ അങ്ങനെ ഒരു മല ഉണ്ടായിരുന്നില്ല. ഓന് കയറാൻ തോന്നണില്ല എന്നത് മാത്രമാണ് പ്രശ്നം. അമ്പിയാക്കൾ ഇങ്ങനെ പറയുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല എന്നിങ്ങനെ തോന്നുകയാണ്. അപ്പം എന്തേലുമൊക്കെ ചെയ്യാ. കയറാൻ തോന്നിയില്ല, കയറിയില്ല. വഹാല ബൈനഹുമൽ മൗജു ഫകാന മിനൽ മുഗ്റഖീൻ. വാപ്പാന്റെയും മകന്റെയും ഇടയിൽ തിരമാലകൾ മറയിട്ടു. തിരമാല അടിച്ചു വീശി. കപ്പൽ ദൂരേക്ക് പോയി, മകൻ അതിലേറെ ദൂരേക്ക് പോയി. കനാനിൻ്റെയും നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഇടയിൽ കപ്പൽ മറയിട്ടു, തിരമാലകൾ മറയിട്ടു. വെള്ളം വീണ്ടും ഉയർന്നു വന്നു. എല്ലാ അവിശ്വാസികളും ജീവജാലങ്ങളും പരിശുദ്ധമായ കഅബ ശരീഫ് ഉൾപ്പെടെയുള്ള എല്ലാ വസ്തുക്കളും തകർന്നുപോയി. കൂട്ടത്തിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മകനും മരണപ്പെട്ടു പോയി. ദിവസങ്ങളോളം ജലപ്പരപ്പിൽ കപ്പലോടി നടന്നു. എല്ലാവരുടെയും മരണം ഉറപ്പായപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വെള്ളത്തിനോട് ആണ്ടുപോകാൻ പറഞ്ഞു. വഖീല യാ അർദു ബിലഇ മാഅകി വയാ സമാഉ വഖിലഇ വഗയദൽ മാഉ വസ്തവത് അലൽ ജൂദിയ്യ വഖീല ബുഅദൻ ലിൽ ഖൗമിൽ ളാലിമീൻ. ഖീല യാ അർദു ബിലഇ മാഅകി പറയപ്പെട്ടു അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്ന്, യാ അർദുയേ ഭൂമിയെ, ഇബ്ലഇ മാഅകി നീ നിന്റെ വെള്ളത്തെ വിഴുങ്ങിക്കളയുക. വെള്ളമൊക്കെ ഉണ്ട്, അകത്തേക്ക് അയക്കളാം. വയാ സമാഉ വഖിലി